പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം. കണ്ടംകുളത്തി ബോണോ കെയർ ക്യാപ്സ്യൂൾ സ്നേക്ക് മാസ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ കഴിഞ്ഞ യാത്രയുടെ എപ്പിസോഡുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഇന്ന് പുതിയ എപ്പിസോഡിന് വേണ്ടി സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തിരുമല എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മൾ അരയല്ലൂർ എന്ന് പറയുന്ന ഒരു വഴിയിൽ, ശാന്തിനഗർ അരയല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഒരു വീടിൻ്റെ കോമ്പൗണ്ടിനകത്ത് കുറച്ച് സാധനങ്ങൾ, പഴയ സാധനങ്ങൾ എന്തൊക്കെ കൂട്ടി വെച്ചിരിക്കുന്നതിനിടയിൽ ഒരു അതിഥിയെ കണ്ടു എന്നും പറയും. നമ്മളെ സ്ഥിരം വീടുന്ന് പാമ്പിനെ പിടിക്കാൻ ഒരു കൊട്ടേഷൻ എടുത്തിരിക്കുകയാണ്. ഈ പഞ്ചായത്തിലുള്ള പാമ്പുകളെ മൊത്തം എവിടെ പാമ്പ് വന്നാലും ഇവരെ മാത്രമേ വിളിക്കുകയുള്ളൂ, എന്നെ വിളിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഇവരെയാണ് വിളിക്കുന്നത്. ഇവരെന്ന് പറഞ്ഞാൽ നമ്മളെ വിളിക്കുകയാണ്. എന്തായാലും നമ്മൾ ഈ സ്ഥലത്തെത്തി. നമുക്ക് പോകാം നമ്മുടെ അതിഥി ഇരിക്കുന്ന വീട്ടിലേക്ക്. ഈ രണ്ട് നായകന്മാരാണ് ഇവിടുത്തെ പാമ്പുകളെയൊക്കെ തപ്പി, എവിടെയെങ്കിലും പാമ്പ് ഊട്ടേ കയറിയോ ഉണ്ണേ, അല്ലെങ്കിൽ ഹോളിൽ കയറിയോ ഉണ്ണേ, അല്ലെങ്കിൽ മാളത്തിനകത്ത് കയറിയോ തപ്പി വെച്ചിട്ട് നമ്മളെ വിളിക്കുന്നത്. എന്തായാലും നമുക്ക് ഇവരോടൊപ്പം പോയി ആ സ്ഥലത്ത് പോയി നമ്മുടെ അതിഥി അവിടെയുണ്ടോ, അല്ലെങ്കിൽ ആരാണ് അതിഥി, വ്യത്യസ്തനാണോ, അതേ കോമൺ ആയിട്ട് കാണുന്ന അതിഥിയാണോ എന്നൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് മുൻ എപ്പിസോഡിൽ കണ്ട അതിഥിയാണോ എന്നൊക്കെ പോകുന്നു നമ്മൾ നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക്. എന്തായാലും നമ്മൾ ആ സ്ഥലത്തെത്തി. വണ്ടിയുടെ പഴയ സ്പെയറൊക്കെ കൂട്ടിയിരിക്കുന്നതിനിടയിലാണ് ഈ അതിഥിയെ കണ്ടുവന്ന് അമ്മ പറഞ്ഞു. ഇതിനകത്തേക്ക് വന്ന് കയറി. അതിനുശേഷം ഇവർ അങ്ങോട്ടേക്ക് മാറിയിട്ടില്ല എന്നാണ്. എന്തായാലും നമ്മൾ ആ സ്ഥലത്തെത്തി. നമുക്ക് നോക്കാം നമ്മുടെ അതിഥി ഇതിനകത്തുണ്ടോ. എന്തായാലും നമ്മൾ ചപ്പ് മാറ്റിയപ്പോൾ ചപ്പിനകത്തുണ്ടായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹം പെട്ടെന്ന് ഇങ്ങോട്ട് കയറി. ഇവിടെ ഈ വണ്ടിയുടെ മോട്ടറിൻ്റെ ഇടയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരു കുഞ്ഞനടിതായിരിക്കുന്നു. ഒരു കുഞ്ഞനടി. അദ്ദേഹത്തിന് എൻ്റെ മുഖത്ത് നോക്കാൻ നാണക്കേട് നാൺ വന്നു. ഒരു കുഞ്ഞൻ അതിഥി, അത്ര പ്രായക്കാരനൊന്നും അല്ല. എന്നാൽ ഇപ്പോൾ കിട്ടുന്നതെല്ലാം 1 വയസ്സ് അതിഥിയാണ്. പക്ഷേ ഇത് 1 വയസ്സ് അതിഥിയല്ല. ഇത് ഏകദേശം 2 വയസ്സോളം പ്രായം വരുന്നൊരു അതിഥിയാണ്. അദ്ദേഹത്തിന് വാലില്ല. ഇപ്പോൾ നമുക്ക് വാല് എന്തോ അപകടത്തിൽ മുറിഞ്ഞു പോയ അതിഥിയാണ്. അദ്ദേഹം മെയിൽ അഥവാ ആൺ മൂർഖൻ പാമ്പാണ്. നമ്മൾ എപ്പോഴും നമ്മുടെ എപ്പിസോഡ് കണ്ടാലും ചിലർക്കൊക്കെ സംശയം, ഈ സർപ്പം എന്താണ്, സർപ്പം എന്നൊരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു വിശ്വാസമുണ്ടോ? അപ്പോൾ ഞാൻ അവർക്ക് വിശദീകരിച്ച് കൊടുക്കാറുണ്ട് ഓരോ പ്രത്യേകതകൾ, എന്തുകൊണ്ടാണ് സർപ്പമായിട്ട് പാമ്പുകളെ ആരാധിക്കുന്നത് എന്നുള്ളതും, എന്താണ് ഇപ്പോൾ സർപ്പവും മനുഷ്യനും തമ്മിലുള്ള ബന്ധമെന്നും, പ്രകൃതി സന്തുലിതാവസ്ഥയും പാമ്പും തമ്മിലുള്ള ബന്ധമൊക്കെ ഞാൻ അവർക്ക് വിശദീകരിച്ച് കൊടുക്കാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ കേരളത്തിൽ 14 ജില്ലകളിൽ നിന്ന്, കോഴിക്കോട്, മലപ്പുറത്തൊക്കെയുള്ള ആൾക്കാരുടെ സംശയങ്ങളായിരുന്നു ഇത്. അതുപോലെ പാമ്പിൻ്റെ മുട്ട വിരിയുന്നതിനെ കുറിച്ച് എന്നുള്ള സംശയങ്ങളുണ്ടായിരുന്നു. എന്തായാലും അവർക്ക് അതൊക്കെ നമ്മുടെ പ്രോഗ്രാമിലൂടെ നമുക്ക് ദൂരീകരിച്ച് കൊടുക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം കൂടി, ഒരുപാട് അന്ധത എന്ന് പറയുമ്പോൾ കാഴ്ചയില്ലായ്കയല്ല, ഒരു അറിവില്ലായ്ക, അല്ലെങ്കിൽ അറിവ് ഉണ്ടെങ്കിൽ നമ്മൾ ബുക്കുകളിൽ വായിച്ചാൽ പോലും സംശയങ്ങൾ നിഴലിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ ഒരു പ്രിയ സുഹൃത്ത് ചോദിക്കുകയുണ്ടായി, രാത്രി എന്നെ വിളിച്ച് ചോദിക്കുകയുണ്ടായി ഈ സർപ്പശാപങ്ങളെക്കുറിച്ചൊക്കെ. എന്തായാലും ഞാൻ അതൊക്കെ അവർക്ക് ദൂരീകരിച്ച് കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല, നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മുടെ അതിഥിയെ പരിചയപ്പെടുത്തുക മാത്രമല്ല, അദ്ദേഹം അത്ര പ്രായക്കാരനല്ലാത്ത 2 വയസ്സ് മാത്രം ഉടമയായ സർപ്പം അഥവാ നാഗം അഥവാ മൂർഖൻ. ഇദ്ദേഹത്തെ നമ്മൾ ബോട്ടിലാക്കിയതിന് ശേഷം ഈ നല്ലവരായ കുടുംബാംഗങ്ങളോട് നമ്മൾ നന്ദി പറയുന്നു. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ
അടുത്ത യാത്ര, വ്യത്യസ്തരായ അതിഥിയെ തേടിയുള്ള യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടം കഴിഞ്ഞ് കണിയാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പുതിയ വീട് പണിയാൻ നടക്കുന്നതിൻ്റെ കോമ്പൗണ്ടിലാണ്. ആ പറമ്പിൽ പുറകിലൊരു ഷെഡുണ്ട്, ഒരു പഴയ വീടുണ്ട്. അതിനകത്ത് ഏതോ ഒരു അതിഥിയെ കണ്ടു എന്ന് പറഞ്ഞ് അവർ വിളിച്ചിട്ടുണ്ട്. നമ്മളെന്തായാലും ആ സ്ഥലത്തെത്തി. ആ വീട്ടിലേക്ക് കടന്നു പോകുന്ന വഴിയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ പോകുന്നു നമ്മുടെ ആ അതിഥി നിൽക്കുന്ന സ്ഥലത്തേക്ക്. കാണാം നമുക്ക് ആ അതിഥി വ്യത്യസ്തനാണോ, നമ്മുടെ പ്രേക്ഷകർ കണ്ട് പരിചയപ്പെടുന്ന അതിഥിയാണോ എന്നൊക്കെ പോകുന്നു നമ്മൾ. എന്തായാലും നമ്മളെ അല്ലെങ്കിൽ എൻ്റെ ഇരിപ്പ് അല്ലെങ്കിൽ ഞാൻ ഇരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ പ്രേക്ഷകർ എന്താ അവസ്ഥയിൽ റെസ്റ്റ് എടുക്കാൻ വന്നിരിക്കുകയാണ്. എന്തായാലും നമ്മൾ ഈ എത്തിയപ്പോൾ തന്നെ അവർ പറഞ്ഞു വീടിന് നല്ല മനോഹരമായ പഴയ ഒരു വീട്. കാരണം നമ്മുടെ തടിയൊക്കെ ഉണ്ടാക്കിയൊരു വീട്, നല്ല കുളിർമയുള്ള, നല്ല തണുപ്പ്, അതിനകത്ത് നല്ല തണുപ്പ്. നമുക്കിവിടെ ഒരു അരമണിക്കൂർ ഇരിക്കണമെന്ന് തോന്നി എന്തായാലും സ്നേക് മാസ്റ്റർ ടീമിന്. എന്തായാലും നമ്മൾ റെസ്റ്റ് എടുക്കാനിരുന്നതല്ല. പത്തായം എന്ന് പറയാൻ പറ്റില്ല, ഇത് പത്തായവും അതുപോലെ കിടക്കാനൊക്കെ ഇരിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണിത്. എന്നിട്ട് ഇവിടെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഒരു അതിഥിയെ നമുക്ക് കാണാം. ചെറിയൊരു മൂർഖൻ, അത്ര വലുതൊന്നുമല്ല. അദ്ദേഹം ഇവർ വിളിച്ചപ്പോൾ തന്നെ, വിളിച്ചത് മുതൽ നമുക്ക് ഇതൊക്കെ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഇവിടെ ഇരിക്കാൻ കാരണം നല്ല തണുപ്പുള്ളതുകൊണ്ട് അതുപോലെ തന്നെ അവിടെ എലിയെ അദ്ദേഹം പിടിച്ചിരിക്കുന്നു. നമുക്ക് കാണാം, നമ്മുടെ പ്രേക്ഷകർക്ക് കാണാം നമ്മുടെ കുഞ്ഞൻ അതിഥി. അത്ര പ്രായക്കാരനൊന്നും അല്ലാത്ത ഒരു 3 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു അതിഥിയാണ് ഇദ്ദേഹം. ഇദ്ദേഹം എന്നെ കണ്ടപ്പോൾ തന്നെ അങ്ങ് പത്തിയെടുത്ത് നമ്മളൊപ്പം സുഖം തന്നെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിൻ്റെ വയറ്റിൽ എലി കിടപ്പുണ്ട്. അപ്പം ഞാനൊരു കാര്യം പറയുന്നത് നമ്മൾ പ്രേക്ഷകർ പറയുന്നത്, ഞാനിങ്ങനെ മുന്നിൽ കൊണ്ടുവച്ച് കൈ ഇങ്ങനെ വെച്ച് തളരിയെന്നൊക്കെ പറയുന്നത് നിങ്ങളിത് അനുകരിക്കാൻ പോകരുത്. നിങ്ങളത് അനുകരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അല്ല 100% നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ അപകടം ഉണ്ടാവും. എന്നാൽ നമ്മൾ ഇനി സമയം കളയുന്നില്ല. നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മുടെ അതിഥിയെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. അധികം പ്രായക്കാരനല്ല, എന്നാൽ 3 വയസ്സിലേറെ പ്രായമുള്ള 5 അടിയോളം നീളമുള്ള ഒരു അതിഥിയാണ് മൂർഖൻ അതിഥി തന്നെയാണ്. നല്ല ആരോഗ്യം കുറവുണ്ട്. അതിന് കാരണം ഇപ്പോൾ അദ്ദേഹം മുട്ട ഇട്ടതിന് ശേഷം, വയറ് കണ്ടല്ലോ അകത്ത ഭാഗം നമുക്ക് തെളിഞ്ഞ് കാണാൻ പറ്റും. അദ്ദേഹം മുട്ട ഇട്ടതിന് ശേഷം തീറ്റി തേടി, മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞതിന് ശേഷം തീറ്റി തേടി ഇറങ്ങിയതാണ്. എന്തായാലും ഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ ഒരു തവളയെ കെട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വയറ്റിൽ കിടക്കുകയാണ്. നമ്മളെന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മൾ അതിഥിയെ പരിചയപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രായവും പറയുന്നുണ്ടായിരുന്നു. 4 വയസ്സിനടുത്ത് പ്രായമുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ശരീരം നല്ല ടയേർഡാണെങ്കിലും ഏകദേശം ഒരു 14 കൂടുതൽ മുട്ടകൾ ഈ പറമ്പിലോ അല്ലെങ്കിൽ അടുത്ത പറമ്പിലോ മാളങ്ങളിൽ നിക്ഷേപിച്ച ഒരമ്മയാണ്. ആ കുഞ്ഞുങ്ങൾ വിരിഞ്ഞതിന് ശേഷം ഭക്ഷണം തേടി പുറത്തേക്ക് ഇറങ്ങിയ ഒരു അതിഥിയാണ്. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. ഇവിടെ അദ്ദേഹത്തിന് വസിക്കാൻ പറ്റിയ സാഹചര്യമാണ്. അടുത്ത് വേക്കൻ്റെ പറമ്പുകൾ ഒത്തിരി ഉണ്ട്. ഈ പറമ്പിലും ഒത്തിരി ചപ്പ് കാട് കയറി കിടക്കുന്നുണ്ട്. അതുപോലെ 4 ചുറ്റും കോമ്പൗണ്ടും അതിൽ സൈഡ് വാൾ അടുക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിനകത്തും അദ്ദേഹത്തിന് ഇരിക്കാം. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. ഇപ്പോൾ ഈ അതിഥിയെ പിടികൂടാനുള്ള സാഹചര്യം നമുക്കൊരുക്കിയത് ഇവരാണ്. ഇവിടെ പണിക്ക് വന്നവരാണ്. അപ്പോൾ ഇവർക്ക് വേണമെങ്കിൽ അതിനെ ഉപദ്രവിക്കാമായിരുന്നു, തല്ലിക്കൊല്ലാമായിരുന്നു, അല്ലെങ്കിൽ അതിനെ മറ്റേതെങ്കിലും രീതിയിൽ ഓട്ടിച്ചു വിടാമായിരുന്നു. എന്തായാലും ആ ഒരു മനസ്സ്, അതിനെ ഉപദ്രവിക്കണമെന്നുള്ളൊരു മനസ്സ് ഇവർക്ക് ഉണ്ടായില്ല. ഇവരെന്തായാലും നമ്മളെ വിളിച്ചു. അവർ വിളിക്കുന്ന സമയത്ത് മറ്റൊരു പണിയിലായിരുന്നു. അപ്പോൾ ഒരുപാട് സമയം നമുക്കിവിടെ എത്താനായിട്ട് നമ്മൾ ഒരുപാട് സമയം എടുത്തു. എന്നാലും നമ്മളിവിടെ എത്തി നമ്മുടെ അതിഥിയെ പിടികൂടി. ആ അതിഥിക്ക് വേണ്ടി അക്ഷമരായി നമുക്ക് വേണ്ടിയും അതിഥിയെ സംരക്ഷിക്കണമെന്ന ചിന്തയോടുകൂടി കാത്തിരുന്ന ഇവർക്ക് നമ്മൾ നന്ദി പറയുന്നു. നമ്മളെന്തായാലും ഇവരോട് യാത്ര പറഞ്ഞ് മറ്റൊരു അതിഥിയെ തേടി അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവും. എന്തായാലും സ്നേക് മാസ്റ്റർ ടീമിൻ്റെ നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടി, നമ്മുടെ എപ്പിസോഡിന് വേണ്ടി വ്യത്യസ്തരായ
അതിഥിയെ തേടിയുള്ള യാത്ര ഇന്ന് പുലർകാലെ ആരംഭിച്ച യാത്രയാണ് ടീം. ഇപ്പം നമ്മൾ എന്തായാലും അടുത്ത് എത്തി നിൽക്കുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി വ്യത്യസ്തരായ അതിഥിയെ തേടി എത്തി നിൽക്കുന്ന തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. കല്ലമ്പലം കഴിഞ്ഞ് നാവായിക്കുളം കഴിഞ്ഞ് 28-ാം മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് വീട്ടിൻ്റെ അകത്തല്ല, വീട്ടിൻ്റെ പറമ്പിൽ ഒരു തെങ്ങിൻ്റെ മൂടിൽ കുറച്ച് ചുവട്ടിൽ തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്ന് മൂട് എന്നൊക്കെ പറഞ്ഞു. പല കേരളത്തിൽ 14 ജില്ലകളിൽ 13 ഭാഷകളാണ്, 13 സ്ലാങ്ങുകളാണ്. എന്തായാലും തെങ്ങിൻ്റെ ചുവട്ടിൽ കുറച്ച് തടി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ഒരു അതിഥി വന്ന് കയറി എന്ന് പറഞ്ഞ് ഇവർ ഒത്തിരി നേരമായി വിളിച്ച സമയത്തൊക്കെ നമ്മൾ നല്ല തിരക്കാണെന്ന്. ഇനിയും ഒരു 15ഓളം കോളുകൾ വെയിറ്റിങ്ങിലുണ്ട്. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. നമ്മളെ ആ തെങ്ങിൻ്റെ ചുവട്ടിൽ ആ തടിക്കിടയിൽ പതുങ്ങി അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടാനായിരിക്കുന്ന അതിഥി വ്യത്യസ്തനാണോ, അതേ നമ്മുടെ പ്രേക്ഷകർ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കണ്ട അതിഥിയാണെന്നൊക്കെ പോകാം നമുക്ക് ആ സ്ഥലത്തേക്ക്, അതിഥിയുടെ അടുത്തേക്ക്. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. ഇവരെല്ലാവരും പറയുന്നത്, ഒരാൾ പറയുന്നത് രാജവെമ്പാല എന്നാണ്, ഒരാൾ പറയുന്നത് 5 പത്തിയുള്ള അതിഥിയാണെന്നൊക്കെ. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. 5 പത്തിയുണ്ടോ 6 പത്തിയുണ്ടോ 5 തലയുണ്ടോ 6 തലയുണ്ടോ നമുക്ക് നോക്കാം. എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് ഇതൊരു എന്താ പറയുക, ഒരു അതിഥിയെ പരിചയപ്പെടുക എന്നാൽ അത് ചേരയായിരുന്നാലും മുറുക്കിനായിരുന്നാലും ഒക്കെ സന്തോഷമാണ്. നമുക്ക് എന്തായാലും നമ്മുടെ അതിഥിയെ ഒന്ന് പരിചയപ്പെടാം. ഇതായിരിക്കുന്നു അദ്ദേഹം. എന്തായാലും നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് വ്യത്യസ്തരായ ചേരകളെ പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ചേരയെന്ന് പറയുകയില്ല. പക്ഷേ ചേരയും തിരിച്ചറിഞ്ഞ ഒറ്റ മാർഗ്ഗങ്ങൾ. ഞാൻ എപ്പോഴും പറയുന്നത് നമ്മുടെ പ്രോഗ്രാമിൽ ഈ വാലിൻ്റെ ഭാഗത്ത് കറുത്ത ഈ വരകൾ, മഞ്ഞകൾക്കിടയിൽ കറുത്ത ചുറ്റുകെട്ട് കാണുന്ന ചേരകൾക്ക് മാത്രമേ ഞാൻ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ നോക്കുക, പെട്ടെന്ന് ആരെങ്കിലും കണ്ട് ഈ തല കണ്ടു കഴിഞ്ഞാൽ പാമ്പെന്നേ പറയുള്ളൂ. പക്ഷേ അത്രയ്ക്ക് നല്ല കളറാണ്. ഇതിന് കണ്ടാൽ മെയിലാണ്, ചേര മെയിലാണ്, ആണാണ്. പക്ഷേ ശരീരം കണ്ടു കഴിഞ്ഞാൽ ഫീമെയിലെന്നേ തോന്നുകയുള്ളൂ. നല്ല ഉരുണ്ട ശരീരമാണ്. അത് ഫീമെയിലാണ് സാധാരണ ഈ ഉരുണ്ട ശരീരം. കാരണം ഈ മുട്ട വയറ്റിൽ തയ്യാറാകുമ്പോൾ ശരീരം ഉരുണ്ടിരിക്കുന്നത് ഫീമെയിൽ ചേരയുടെയും പെരുമ്പാമ്പിൻ്റെയൊക്കെ ഒരു പ്രത്യേകതയാണ്. ഇത് നോക്കുക, തല ചെറുതാണെങ്കിലും ഏകദേശം 7 അടിയിലേറെ നീളം ഇദ്ദേഹത്തിനുണ്ട്. തല ചെറുതാണെങ്കിലും കണ്ണ് നോക്കി, നമുക്ക് കണ്ണ് എപ്പോഴും പ്രൊജക്റ്റ് ചെയ്ത് കണ്ണാണെന്ന് എപ്പോഴും പറയാറുണ്ട്. കഴുത്തിൻ്റെ ഭാഗം തല കഴിഞ്ഞ് പിന്നെ വശം ഒട്ടിയിരിക്കുന്നത് പറയാറുണ്ട്. അതുപോലെ മറ്റൊരു പ്രത്യേകതയുള്ളത്, ഇദ്ദേഹത്തിന് കടിക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്. കടിക്കാൻ വേണ്ടിയുള്ള ടെൻഡൻസി ഇദ്ദേഹത്തിന് കൂടുതലാണ്. അതാണ് ഈ കഴുത്ത് ഇങ്ങനെ വികസിപ്പിച്ചുകൊണ്ട് വരുന്നത്, കഴുത്ത് താഴേക്ക് വികസിപ്പിച്ചുകൊണ്ട് വരുന്നത്. ഏകദേശം 10 വയസ്സിലേറെ പ്രായമുള്ള അതിഥി, 10 വയസ്സോളം പ്രായമുള്ള അതിഥിയാണ് ഇദ്ദേഹം. എന്തായാലും നമ്മുടെ നോക്കുക, വയറ്റിൻ്റെ അടിയിൽ മഞ്ഞയുള്ള ചേരകളെ നമ്മളെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ട്. മഞ്ഞയല്ല, ചെറിയ മഞ്ഞയേ ഉള്ളൂ. വെള്ളയും മഞ്ഞയും കലർന്ന ഒരു ആഷ് കളറാണ് ഇതിൻ്റെ വയറ്റിൻ്റെ അടിയിൽ കാണുന്നത്. എന്തായാലും നമ്മൾ ഈ അതിഥിയെ നമ്മൾ ശല്യപ്പെടുത്തുന്നില്ല. നമ്മൾ ഇദ്ദേഹത്തെ ഇവിടെ തന്നെ തൊട്ടടുത്ത പറമ്പിലേക്ക് ഇദ്ദേഹത്തിന് വിടാൻ പോകുന്നത്. കാരണം ചേര ഇവിടുത്തെ സ്ഥിരം അവിടുത്തെ ചേച്ചിയുടെ കൂട്ടുകാരനാണ് ഈ ചേര എന്നാണ് ചേച്ചി പറയുന്നത്. എന്നും കാണാറുണ്ടെന്ന് ചേച്ചി പറയുന്നത്. രാവിലെയും വൈകിട്ടൊക്കെ ഇവിടെ വന്ന് ഇവരെയൊക്കെ പരിചയപ്പെട്ടാണ്. രാവിലെ ഒന്ന് ചായ കുടിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ട് പോകുമെന്നാണ് അവർ പറയുന്നത്. എന്തായാലും നമ്മൾ ഈ സാധു അതിഥിയെ, ഈ സാധു ചേരയെ നമ്മൾ തുറന്നു വിടും. അതുപോലെ എനിക്ക് പറയാനുള്ള കാര്യം, ചേര ചുറ്റും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ കഥകൾ ഒരുപാട് പ്രചരിപ്പിക്കുന്നു. ചേര ഒരിക്കലും ചുറ്റാനൊന്നും പോകുന്നില്ല. ഇതെല്ലാം കഥകളാണ്. ചുറ്റിയാൽ തന്നെയും നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നത്. കടിക്കാം, നമ്മൾ കൂടുതൽ പല്ലുകളുള്ളതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ പിടിക്കുമ്പോൾ പേടിച്ചിട്ട് ഇത് കടിക്കാം. ചവിട്ടിയാൽ ചിലപ്പോൾ കടിച്ചു വന്ന മരുന്നിൻ്റെ ആവശ്യമുണ്ട്. നല്ല ഡീപ്പായിട്ടുള്ള മുറിവുണ്ടാവും, നല്ല ആഴത്തിൽ മുറിവുണ്ടാവും, നന്നായിട്ട് രക്തം മാർന്നു പോകും. എന്തായാലും നമ്മൾ ഈ അതിഥിയെ നമ്മൾ വിടാൻ പോവുകയാണ്, റിലീസ് ചെയ്യുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ ശ്രീകാര്യത്തിനടുത്ത് ചാവടിമുക്കിനടുത്ത് എഞ്ചിനീയറിംഗ് കോളേജിനടുത്ത് ഒരു വീട്ടിലൊരു കുഞ്ഞൻ അതിഥിയെ കണ്ടു എന്നും പറഞ്ഞ് ഇവിടുത്തെ കൊച്ചു ചെറുപ്പക്കാർ വിളിക്കുകയുണ്ടായി. നമ്മളെന്തായാലും ആ സ്ഥലത്ത് വന്നു. ആ സ്ഥലത്ത് ആ വീട്ടിൻ്റെ മുന്നിൽ, ഗേറ്റിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് നോക്കാം നമ്മുടെ പ്രേക്ഷകരെ തേടിയിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ക്യാമറ കണ്ണിലേക്ക് മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടാനായിരിക്കുന്ന അതിഥി ആരാണ്. നമുക്ക് പോകാം നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക്.
നമ്മളെന്തായാലും ഈ സ്ഥലത്തെത്തി, നമ്മുടെ അതിഥിയുടെ അടുത്തെത്തി. നമ്മുടെ പ്രേക്ഷകർ ഈ വർഷം ഇത്രയും കുഞ്ഞൻ അതിഥിയെ കണ്ടില്ല എന്ന് പറയാൻ കഴിയില്ല. എന്തായാലും ഒരു കുഞ്ഞനതിഥി, നല്ല ക്യൂട്ടായിട്ടുള്ള, നല്ല എന്താ പറയുക, സർപ്പ സൗന്ദര്യം എന്ന് പറയുന്നതാണ്. ഒരു കുഞ്ഞൻ അതിഥി, വെറും 10 ദിവസത്തിൽ താഴെ മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞു സർപ്പത്തെ നമ്മൾ പരിചയപ്പെടുത്തുക. ആ കാണുന്നു നമ്മുടെ പ്രേക്ഷകർക്ക് കുഞ്ഞു സർപ്പം. എന്തായാലും നമ്മുടെ കുഞ്ഞിനതിഥി നോക്കാൻ നമുക്ക് നമ്മുടെ ഈ അടുത്ത കാലത്ത് കുറേ നാളുകൾക്ക് മുന്നേ ഒരു മലയാളം സിനിമയിൽ ഒരു കുഞ്ഞു മൂർഖൻ പാമ്പിനെ കാണിച്ചിട്ട് 10 ദിവസം പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് ആ മൂർഖന് ശേഷം ഒരു 2 അടിയോളം നീളം ഉണ്ടായിരുന്നു, ഒരു വെള്ളിലേറെ കനമുണ്ടായിരുന്നു. 10 ദിവസം മാത്രം പ്രായമുള്ള അതിഥി എന്ന് പറയുമ്പോൾ ഇതാണ്. 10 ദിവസത്തിൽ താഴെ മാത്രമേ ഇദ്ദേഹത്തിന് പ്രായമുള്ളൂ. കുഞ്ഞു സർപ്പം, കുഞ്ഞു മൂർഖൻ, കുഞ്ഞു നാഗം, കുഞ്ഞു നല്ലാത്താൻ പാമ്പ്. പക്ഷേ നിങ്ങൾ ഇത് കണ്ടിട്ട് അനുകരിക്കാൻ ശ്രമിക്കരുത്. കാരണം എനിക്കിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കടിയേറ്റാൽ മെഡിസിൻ്റെ ആവശ്യമില്ല. ഇത് ഏകദേശം നോക്കുക, ഏകദേശം 1 അടി 12 ഇഞ്ചിലേറെ നീളമുണ്ട്. സാറിന് മുട്ടയിൽ നിന്ന് വരുമ്പോൾ 12 ഇഞ്ച്, ഒരു 11-12 ഇഞ്ചിന് അടുത്ത് മാത്രമേ നീളമുള്ളൂ. ഇതിപ്പോൾ 10 ദിവസം ആയതുകൊണ്ട് 1 ഇഞ്ച് കൂടി നീളം വെച്ചിരിക്കുക, ഒരു 13 ഇഞ്ചിനടുത്ത് മാത്രമേ നീളമുള്ളൂ. ഇത് മുട്ടയിൽ നിന്ന് വിരിയുമ്പോഴേ ഇവയ്ക്ക് ഉഡുണ്ടാവും. അതുമാത്രമല്ല, ഇപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന നമ്മുടെ പ്രേക്ഷകർ നമ്മളെപ്പോഴും പറയാറുണ്ട്, മാർച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ അവസാനം മെയ് മാസം സൂക്ഷിക്കുക, നമ്മുടെ വീടിൻ്റെ പരിസരത്ത് മൂർഖൻ പാമ്പിൻ്റെ മുട്ട വിരിയുന്ന സമയമാണ്, അണലി പ്രസവിക്കുന്ന സമയമാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇപ്പം നമ്മളിവിടെ ഈ ഒരു അതിഥിയെ കണ്ടതുകൊണ്ട് നമ്മുടെ കുഞ്ഞതിഥിയെ കണ്ടതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ താമസക്കാർ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം പറമ്പൊക്കെ കാട് കയറി കിടക്കുകയാണ്. ഉണങ്ങിയ ഇല, അതുപോലെ തന്നെ പച്ചിലയൊക്കെ പച്ചിലയൊക്കെ കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ സാന്നിധ്യം ഉണ്ടാവാം. അപ്പോൾ ഇവിടെ താമസിക്കുന്ന ഫാമിലി അല്ല, ഇവിടെ ഇപ്പോൾ ചെറുപ്പക്കാർ താമസിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് യൂറിൻ പാസ് ചെയ്യാൻ മറ്റേ കുട്ടികളാരെ ഇറങ്ങി വന്ന സമയത്താണ് ഇതിനെ കാണുന്നത്. അപ്പോൾ എന്തായാലും വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ ഒരു അതിഥിയെ കണ്ടതുകൊണ്ട് ഇനിയും ഏകദേശം ഒരു പ്രാവശ്യം, നിങ്ങൾക്കറിയാം, നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിൽ ഞങ്ങൾ ഒരുപാട് പാമ്പിൻ്റെ മുട്ടകളെയും കുഞ്ഞുങ്ങളെയും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം മുട്ടയിടുന്നത് 14, 20, 30, 40, 45 കഴിഞ്ഞതിൻ്റെ മുമ്പ് 2 വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ 50-ലേറെ മുട്ടകളുടെ മൂർഖൻ പാമ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അപൂർവങ്ങളാണ്. പക്ഷേ എന്നാലും ശ്രദ്ധിക്കണം. എന്തായാലും നമ്മുടെ ഈ കുഞ്ഞൻ അതിഥിയെ നമ്മൾ ശല്യപ്പെടുത്തുന്നില്ല. ഇദ്ദേഹത്തെ ഈ ക്യൂട്ട് അതിഥിയെ നമ്മൾ ബോട്ടിലാക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സ്നേക് മാസ്റ്റർ, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ഇമെയിൽ: kaumuditv@gmail.com. പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9387974441.